ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മെൽബൺ ടെസ്റ്റിൽ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് വീണ്ടും തകർച്ച. ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 474-നെതിരെ അവസാന സെഷനിൽ 3 വിക്കറ്റുകൾ കൂടി ഇന്ത്യക്ക് നഷ്ടമായി. രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ 5-ന് 164 എന്ന നിലയിലാണ് ഇന്ത്യ. 6 റൺസുമായി ഋഷഭ് പന്തും 4 റൺസുമായി രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിൽ. 82 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളാണ് ടോപ്പ് സ്കോറർ. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സ്കോട്ട് ബോളൻ, പാറ്റ് കമിൻസ് എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. നേരത്തെ സ്റ്റീവ് സ്മിത്തിന്റെ സെഞ്ചുറിയാണ് ഓസീസിനെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. ജസ്പ്രീത് ബുംറ 4-ഉം രവീന്ദ്ര ജഡേജ 3 വിക്കറ്റുകൾ സ്വന്തമാക്കി. ഓപ്പണറായി തിരിച്ചെത്തിയ രോഹിത് ശർമ്മ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. രണ്ടാം ഓവറിന്റെ അവസാന പന്തിലാണ് രോഹിത് മടങ്ങിയത്. കമിൻസിന്റെ പന്തിൽ ബോളണ്ടിന് ക്യാച്ച്. പന്തിന്റെ ഗതി മനസ്സിലാക്കാൻ സാധിക്കാതെ രോഹിത് ബാറ്റ് വെച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോൾ സ്കോർ ബോർഡിൽ വെറും 8 റൺസ്. പിന്നീട് രാഹുൽ ജയ്സ്വാൾ സഖ്യം 43 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ രണ്ടാം സെഷനിലെ അവസാന പന്തിൽ രാഹുൽ 24 റൺസോടെ മടങ്ങി. 2-ന് 51 എന്ന നിലയിലായി ഇന്ത്യയെ രക്ഷിച്ചത് കോഹ്ലി ജയ്സ്വാൾ കൂട്ടുകെട്ടായിരുന്നു. ഇരുവരും 102 റൺസാണ് കൂട്ടിച്ചേർത്തത്. ഓസീസ് ബൗളർമാർക്കെതിരെ ആധിപത്യം നേടിയ ജയ്സ്വാൾ റണ്ണൌട്ടായത് ഇന്ത്യക്ക് തിരിച്ചടിയായി. കോഹ്ലിയുമായുള്ള ആശയക്കുഴപ്പം റണ്ണൌട്ടിൽ അവസാനിക്കുകയായിരുന്നു. ജയ്സ്വാൾ പന്ത് മിഡ് ഓണിലേക്ക് തട്ടിയിട്ട് റണ്ണിന് ശ്രമിച്ചു. എന്നാൽ കോഹ്ലി ആവട്ടെ അവിടെ ഒരു റണ്ണില്ലെന്ന മട്ടിൽ നിന്നു. പന്തെടുത്ത് കമിൻസ് ബാറ്റിംഗ് എൻഡിലേക്ക് എറിഞ്ഞു. സ്റ്റംപിൽ കൊണ്ടില്ലെങ്കിലും വിക്കറ്റ് കീപ്പർ അലക്സ് ക്യാരി പന്ത് കയ്യിലൊതുക്കി ബെയിൽസ് ഇളക്കി. ഒരു 6-ഉം 11 4-ഉം ഉൾപ്പെടുന്നതായിരുന്നു ഇന്നിംഗ്സ്. തൊട്ടു പിന്നാലെ വിരാട് കോഹ്ലിയും മടങ്ങി. മാർണസ് ലംബുഷൻ 72, സാം കോൺസ്റ്റാസ് 60, ഉസ്മാൻ ഖോജ 57 എന്നിവരും ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ആദ്യ ഇന്നിംഗ്സിൽ മികച്ച പ്രകടനം പുറത്തെടുത്തു. ഇതിനിടെ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ അരങ്ങേറ്റക്കാരനായ ഓസ്ട്രേലിയൻ ബാറ്റർ സാം കോൺസ്റ്റാസിനെ ചുമലുകൊണ്ട് ഇടിച്ച സംഭവത്തിൽ കോഹ്ലിയെ പരിഹസിച്ച് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ. വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ ഓസ്ട്രേലിയൻ പത്രങ്ങൾ കോഹ്ലിയെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തിൽ വിരാട് കോഹ്ലിക്ക് ICC നേരത്തെ പിഴശിക്ഷ വിധിച്ചിരുന്നു. അരങ്ങേറ്റക്കാരൻ കോൺസ്റ്റാസിന്റെ പ്രകടനം പരാമർശിക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെയാണ് കോഹ്ലിയെ പരിഹസിക്കാൻ ഓസീസ് മാധ്യമങ്ങൾ തയ്യാറായതെന്ന് പലരും പ്രതികരിച്ചു. സംഭവത്തിൽ കോഹ്ലിക്ക് വിലക്ക് ഏർപ്പെടുത്താത്ത ICCയുടെ നടപടിയെ മുൻ ഓസീസ് നായകൻ റിക്കി പോണ്ടിംഗ് വിമർശിച്ചിരുന്നു. പിഴ ഏർപ്പെടുത്തിയ ICC നടപടി തീരെ കുറഞ്ഞുപോയെന്നും അദ്ദേഹം പറഞ്ഞു.